നമസ്കാരം. തെരഞ്ഞെടുപ്പ് അങ്ങനെ കഴിഞ്ഞു. ചേലക്കരയിലെയും പാലക്കാടെയും വയനാട്ടിലെയും റിസൾട്ടുകൾ വരുന്നു. വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ എല്ലാവരും പോകുമ്പോഴും ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവർ ഉയർത്തുന്ന ചില സംശയങ്ങൾ, നിലപാടുകൾ അതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് PV അൻവർ ഉയർത്തുന്നത് എന്നാണ്. അതായത് PV അൻവർ, നമുക്കറിയാം PV അൻവർ രണ്ടിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ചേലക്കരയിൽ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി സുധീർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥിക്ക് ഏറെക്കുറെ നമുക്കറിയാം 3900-ലധികം വോട്ടുകൾ, 4000-ൽ താഴെ വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. ഇനിയാണ് PV അൻവറിന്റെ രാഷ്ട്രീയ പ്രസക്തി ആരംഭിക്കുന്നത്. കാര്യം, ഈ പറയുന്ന 3000-ലധികം വോട്ടുകൾ, 4000-ഓളം വരുന്ന വോട്ടുകൾ സത്യത്തിൽ കോൺക്രീറ്റ് വോട്ടുകളാണ്. എന്ന് വെച്ചാൽ നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത വോട്ടുകളാണ് അത്രേ. അത് എക്കാലവും നിലനിൽക്കുന്ന വോട്ടുകളാണ്. അതിൽ നിന്ന് ഇനി ഒരു വോട്ടിന്റെ ചോർച്ച പോലും ഇനി ഉണ്ടാകില്ല. പകരം അതിന് മുകളിലേക്കായിരിക്കും ഇനിയും PV അൻവറിന് വോട്ട് ഉണ്ടാകാനുള്ള സാധ്യത. അതായത് ഇനിയും PV അൻവറിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥാനാർത്ഥികളെ കൃത്യമായി എല്ലായിടത്തും നിർത്തിക്കൊണ്ട്, വിന്യസിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ സർക്കാരിനെയും മറ്റു മുന്നണികളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് PV അൻവർ ലക്ഷ്യം വയ്ക്കുന്നത്. മിക്കവാറും PV അൻവറിന്റെ ആ ലക്ഷ്യം നടപ്പിലാകാനാണ് സാധ്യത. എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ പഞ്ചായത്തുകളിലും, ത്രിതല പഞ്ചായത്തുകളിലും എല്ലായിടത്തും കൃത്യമായി PV അൻവറിൻ്റെതായ ഒരു സ്ഥാനാർത്ഥി DMK ഉണ്ടാവും. കാര്യം, ഇവിടെ സർക്കാർ വിരുദ്ധത എന്ന് പറയുന്ന ഒരു മാനദണ്ഡമില്ലായിരുന്നു. പക്ഷേ സർക്കാർ വിരുദ്ധത ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് PV അൻവർ ആണ്. PV അൻവർ ഒത്തു ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു ആന്റി ഗവൺമെന്റ് പൾസ് ഉണ്ടാക്കിയെടുത്തത്. ഈ PV അൻവർ ഉണ്ടാക്കിയെടുത്ത ആന്റി ഗവൺമെന്റ് പൾസിനെ പിന്തുണച്ചുകൊണ്ട് UDF മുന്നോട്ട് പോയത് കൊണ്ടാണ് UDFന് ഇപ്പോൾ പാലക്കാട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ചേലക്കരയിൽ എന്തുകൊണ്ട് UDF പിന്നോട്ട് പോയി, തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേ പറഞ്ഞതാണ്. PV അൻവർ പറഞ്ഞിരുന്നു. ആ PV അൻവർ പറഞ്ഞ കാര്യം അന്ന് തമാശയാക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് അതിനെ VD സതീശൻ തള്ളിക്കളഞ്ഞതാണ്. PV അൻവർ പറഞ്ഞിരുന്നതാണ്, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ ദുർബലയായ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കൂ. UDF പിൻവലിച്ചതിന് ശേഷം ഈ താൻ നിർത്തിയിരിക്കുന്ന DMKയുടെ അതിശക്തനായ സുധീർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള എല്ലാ അവസരവും ഞങ്ങൾ തരുന്നു. അങ്ങനെ ഒരു അവസരം ഞങ്ങൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് പൂർണ്ണമായി വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? ആരുടെ? UDFന്റെ കടമ. അതായത് PV അൻവർ പറഞ്ഞിരുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇവർ തയ്യാറായിരുന്നെങ്കിൽ, UDF തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ ചേലക്കര മണ്ഡലം കൂടി UDFന്റെ അക്കൗണ്ടിലേക്ക് വന്നേനെ. അതായത് LDFന്റെ സിറ്റിംഗ് സീറ്റ് തന്നെ പിടിച്ചെടുത്ത് VD സതീശന്റെ കൈ വെച്ചു കൊടുത്തേനെ. ആര്? PV അൻവർ. അങ്ങനെ ഒരു നീക്കുപോക്ക് എവിടെയെങ്കിലും നടക്കും. തങ്ങളുടെ വോട്ടുകളെല്ലാം എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പാലക്കാട് ഉണ്ടായിരുന്ന DMKയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. കൃത്യമായി ഒരു അജണ്ട ഉണ്ടായിരുന്നു PV അൻവറിന്. അതങ്ങനെ നടപ്പിലാക്കി എടുക്കുക. അവിടെ പാലക്കാട് എന്നുള്ള പിന്തുണ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ കൊടുക്കുക. ഇവിടെ സുധീർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സുധീർ വളരെ പ്രസക്തമായ 3000-ലധികം വോട്ടുകൾ പിടിച്ചു മാറ്റുകയും ചെയ്തു. ഈ സാഹചര്യമാണ് പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ PV അൻവർ ഉയർത്തുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഓരോ മുന്നണികളും 34 കോടിയിലധികം രൂപ, അതായത് ഏകദേശം പറഞ്ഞാൽ 34.5 കോടി രൂപ വീതം മണ്ഡലത്തിൽ പൊട്ടിച്ചു കളഞ്ഞു ഒരു കാര്യമില്ലാതെ. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊള്ളിക്കേണ്ടതാണ്. കൊള്ളിച്ചേ പറ്റൂ. കാര്യം, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന നിബന്ധനയ്ക്ക് അപ്പുറത്തേക്ക് ഏകദേശം 34.5 കോടി രൂപയോളം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ മുന്നണിയും പൊട്ടിച്ചു കളഞ്ഞു. ഇതിനെതിരെ അന്വേഷണം ഉണ്ടാകണം. ഈ PV അൻവർ പൊതുവെ അങ്ങനെയാണ്, എല്ലാത്തിനും ഒരു അന്വേഷണം ഉണ്ടാകണം. P ശശിക്കെതിരായി മുഖ്യമന്ത്രി നടത്തുന്ന അന്വേഷണം പോരാ. അത് ശരിയായ ദിശയിലല്ല അന്വേഷണം നടക്കുന്നത്. ADGP MR അജിത് തൽക്കാലം എങ്ങും തൊടയിക്കാതെ MR അജിത് കാര്യത്തിൽ അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കാലം കൊണ്ട് മുഖ്യമന്ത്രി വസ്തുതകളെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു
കാര്യത്തിൽ ഇതിൻ്റെ ഒരു അന്വേഷണം വൈകിപ്പിച്ചു കഴിഞ്ഞാൽ ആ വൈകിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ മറന്നു പോകുന്നു. അപ്പോൾ അതിനുകൊണ്ട് കാലം കൊണ്ട് ഇതിനെ മുഖ്യമന്ത്രി ചെയ്യുന്നത് കാലം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തേച്ചു മായ്ച്ച് കളയാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്താനുള്ള കുൽസിത ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ഫാക്ടറായി കേരള രാഷ്ട്രീയത്തിൽ PV അൻവർ മാറാനുള്ള സാധ്യതകൾ തെളിയുന്നു. കാര്യം ആ പറയുന്ന 3900-ലധികം വോട്ടുകൾ അത് വളരെ പ്രാധാന്യമുള്ള വോട്ടുകളാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇനിയും തുടർന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും DMK-യുടെ സ്ഥാനാർത്ഥികളെ ഈ 140 മണ്ഡലങ്ങളിലും നമ്മൾ ഭയക്കണം. നമ്മളല്ല, ഓരോ മുന്നണിയും ഭയക്കണം, UDF ആണെങ്കിലും LDF ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ഭയപ്പാടുണ്ടാകാതിരിക്കാൻ വേണ്ടി UDF അല്ലെങ്കിൽ DMK-യുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ എല്ലാ മുന്നണികളും 2 മുന്നണികളും തയ്യാറായിരിക്കണം എന്നുള്ള സൂചന തന്നെയാണ് PV അൻവർ നമുക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നൽകുന്നത്. ഇനി അഥവാ PV അൻവറിന് പിന്തുണ വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം എന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കനത്ത പരാജയമായിരിക്കും. രമ്യ ഹരിദാസിനുണ്ടായതുപോലെ കനത്ത പരാജയത്തിലേക്കായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് PV അൻവർ പറയുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ അല്ലെങ്കിൽ PV അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ ഉപദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് UDF വളരണം. അതിന് പറ്റിയ ഒരു പ്രാപ്തി ഉൾക്കൊള്ളണം.